ടാലൻറ്റും ഈ പറഞ്ഞതുപോലെ ഒരു വലിയ പരിധി വരെ ഭാഗ്യവും അത് മാത്രം പോരാ. നമ്മൾ പല രീതിയിലുള്ള കോംപ്രമൈസ് എന്നുള്ള വേർഡ് അല്ലെങ്കിൽ ഫേവേഴ്സ് നമ്മൾ ചെയ്യുക എന്നുള്ളത് കൂടി ഒരു എന്താ പറയുക ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച. അത്തരത്തിലുള്ള സിറ്റുവേഷനെ പറ്റി എന്താണ് പറയാനുള്ളത്? കാരണം എന്ന് വെച്ചാൽ പലയിടത്തും ഇങ്ങനത്തെ ഫേവേഴ്സ് ചോദിക്കുന്നു അല്ലെങ്കിൽ മുതലെടുക്കപ്പെടുന്നു, ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം. ഞാൻ അതിനകത്ത് ആകെ എനിക്കൊരു വേറൊരു എക്സാമ്പിൾ പറയുന്നത്, കൈക്കൂലി തെറ്റാണോ ശരിയാണോ ഞാൻ ചോദിക്കുകയാണ്. കൈക്കൂലി ശരിയാണോ? തെറ്റാണ്, നിയമപരമായി തന്നെ അത് തെറ്റാണ്. അപ്പോൾ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് കൈക്കൂലി കൊടുത്തു എന്നുള്ളതല്ല, ചോദിച്ചു എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് ക്രൈം. അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഞാൻ പറഞ്ഞില്ല, ഈ ലൈംഗികത എന്ന് പറയുന്നത് വലിയൊരു ടൂളാണ് നമ്മളെ. അത് നമ്മളേതുപോലെയുള്ളൊരു സമൂഹങ്ങളിൽ നമ്മളേതെന്നല്ല, പുരുഷാധിപത്യ ക്രമങ്ങൾ നിൽക്കുന്ന വിക്ടോറിയൻ സദാചാര സങ്കല്പങ്ങൾ നിൽക്കുന്ന മനുഷ്യൻ ഭൂമിയിൽ വന്നിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായി. അതിനകത്ത് നമ്മൾ ഈ എടുത്തു പിടിക്കുന്നത് 10,000-10,000 വർഷത്തിൻ്റെ ഒരു അട്ടിമറിയുടെ ചരിത്രമാണ്. അതിനു മുമ്പും മനുഷ്യർ ജീവിച്ചിരുന്ന കാലങ്ങളുണ്ട്. അവിടെയൊന്നും മനുഷ്യർക്ക് ഇത്രയും ലൈംഗികതയുടെ പുറത്തുള്ള കെയോസുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിഹൗ ഇവിടെ എത്തി നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇരുന്നുകൊണ്ടേ നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലൈംഗികത പുരുഷൻ എങ്ങനെയും ഉപയോഗിക്കാവുന്ന ഒരു ടൂളായിരിക്കുകയും സ്ത്രീയെ സംബന്ധിച്ച് അത് കാത്തുപരിപാലിച്ച് കൊണ്ടുപോകേണ്ട ഒന്നാവുകയും ചെയ്യുന്നിടത്താണ് ഇതൊരു ക്രിമിനൽ ആക്ട് ആയിട്ട് മാറുന്നത്, അല്ലേ? അപ്പൊ എന്ന് വെച്ചാല് ഞങ്ങളിത് ചോദിക്കും. അപ്പൊ ഇതിനകത്ത് ആരാണ് ചോദിക്കുന്നത്? അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് സ്വയം വിചാരിക്കുന്ന ഒരു മനുഷ്യര് പറയാണ്, നീ ഇപ്പൊ ഇവിടെ നിൽക്കണമെങ്കിൽ നിന്റെ കയ്യിൽ ഏറ്റവും വില പിടിച്ചത് ഇതാണല്ലോ എന്നാണല്ലോ നമ്മൾ പറയപ്പെട്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അതും കൂടെ ഒക്കെ തന്നിട്ടാണ് നിന്നു. ഇത് ഫസ്റ്റ് ഫേസിൽ ആ ചോദ്യം ഉണ്ടാകരുതെന്നുള്ളതാണ് ആദ്യം പറയേണ്ടത്. ഞങ്ങളങ്ങനെ ചോദിക്കും, അപ്പം നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ. അല്ല, ഇത് തൊഴിലേടാണ്. ഞാൻ ഒരു ടീച്ചർ എടുത്ത് നിങ്ങളത് ചോദിക്കും, ഒരു ഡോക്ടർ എടുത്ത് ചോദിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെർബലി ഇത്തരം അസാൾട്ടുകൾ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ 2-3 പേര് ഓപ്പൺ അപ്പ് ചെയ്ത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കൊളോക്കിയലായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാണ്. വിഗ്രഹങ്ങൾ പലതും ഉടഞ്ഞു, ഇനി ഒരുപാട് വിഗ്രഹങ്ങൾ ഉടയാനില്ലേ, പുറത്തു വരുമെന്ന് തോന്നുന്നുണ്ടോ? നോക്കൂ, നമ്മളെ ഒന്നെന്ന് പറഞ്ഞാല് ഇതിനകത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും ഈ ലൈംഗികത എന്ന് പറഞ്ഞതിനെ ഒരു ക്രിമിനൽ ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. സത്യത്തിൽ അത് ആക്ട് ആവേണ്ട ഒരു കാര്യമാണ്. നമ്മളെ നിർഭാഗ്യത്തിന് നമ്മൾ അതെല്ലാം പരസ്പരം ചെളി വാരിയെറിയണം, അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പ്രയോഗമാണ് നിലനിൽക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ സമൂഹം ലൈംഗികതയെ അത്രയ്ക്കും ഒരു ഒഫൻസീവ് ടൂളായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇതാണ് രാഷ്ട്രീയമായിട്ടുള്ള പ്രയോഗങ്ങൾ. എതിരാളിയെ കൊടുക്കാനായിട്ട് ഹണി ട്രാപ്പ് ഒരുക്കുക. അപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ആളുകൾ വിഗ്രഹവൽക്കരിക്കപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കാം, അവരോടയുമോ ചിതറുമോ, ഇതല്ലേ നമ്മുടെ കൺസേൺ ആവേണ്ടത്. മറിച്ച് വളരെ മനോഹരമായ ഒരു ആക്ടിനെ ക്രിമിനൽ പൊസിഷനിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നത്. മനുഷ്യർ തമ്മിൽ പരസ്പരം പേടിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ആൺപെൺ ബന്ധങ്ങളുടെ സുതാര്യതയെ തകർക്കുന്ന ഒരു എന്താ പറയുക മോൺസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ മാറുന്ന സാഹചര്യത്തിലേക്കല്ല എത്തണ്ടേ. വർക്ക് സ്പേസിൽ കാണിക്കേണ്ട മര്യാദകളെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുക. അതിനപ്പുറത്ത് മനുഷ്യർ ബന്ധങ്ങളിൽ ഉണ്ടാവേണ്ട വളരെ രസകരമായ പ്രണയങ്ങളോ രതി അനുഭവങ്ങളെ അത് അവരെ അനുവദിക്കുക. അവിടെ എന്താ ഗുണം എന്നറിയോ? 1-to-1 സെലക്ഷൻ പോയിന്റ്സിൽ മാത്രമേ അത് സംഭവിക്കൂ എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രഷർ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് നിങ്ങൾ സ്വയം ഉയരുന്നതോടുകൂടി നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ദാഹിക്കുന്നുണ്ട്, നിങ്ങൾ പോയിട്ട് വെള്ളം എടുത്ത് കുടിക്കുമോ? ഇല്ല. ഇതന്നെ രതി എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ആവണം. അങ്ങനത്തെ ഊന്നിയോടത്ത് കയറി നിങ്ങൾക്ക് പിടിക്കല്ല. അല്ലെങ്കിൽ നമ്മുടെ ദാരിദ്ര്യമാണ്, ദാഹണമെന്ന് പറയും, വെള്ളം കുടിക്കൂല. അപ്പൊ ഈ ഒരു സിവിലൈസ്ഡ് പ്രോസസ്സിലേക്ക് നമ്മളാണ് ഇനി ആ സെക്സിനെ എത്തിക്കേണ്ടത്, മറിച്ചല്ല ആക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ആണും പെണ്ണും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ബോംബ് പൊട്ടും, ഇത് മുഴുവൻ പ്രശ്നത്തിലാണെന്നല്ല ആക്കി തീർക്കണ്ട. എനിക്കതിൽ ഭയങ്കര സങ്കടമുണ്ട്. നമ്മൾ ഈ ലൈംഗികതയിൽ ഊന്നി തന്നെ ഈ വിഷയം പറയുമ്പോൾ സംഭവിക്കുന്നത് വളരെ മനോഹരമായ സുതാര്യമായ ആൺപെൺ ബന്ധങ്ങൾ, പ്രണയാനുഭവങ്ങൾ എല്ലാം റദ്ദ് ചെയ്യേണ്ടി വരും. അത് സംഭവിക്കരുത്. മറിച്ച് നമ്മൾ സ്വയം റിഫൈൻഡ് ആവാനും വർക്ക് സ്പേസിനകത്ത് എത്തിക്കലായിട്ട് പെരുമാറാനും പ്രിൻസിപ്പിൾഡായിട്ട് ജീവിക്കാനും അങ്ങനെയുള്ള സമൂഹങ്ങളിൽ കുറേ ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങളും മനുഷ്യരും ഉണ്ടാവുള്ളൂ. അത് എല്ലായിടത്തും വരട്ടെ. അപ്പം ഞാൻ എന്തായാലും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ വരണം എന്ന് ആദ്യം പറയും. പക്ഷെ സമൂഹത്തിന്റെ റിഫ്ലക്ഷനാണ് ഇൻഡസ്ട്രി. അതെ.
എല്ലാ ഇൻഡസ്ട്രിയിലും, അതായത് എല്ലാ Exactly. തൊഴിലിടങ്ങളിലും എല്ലാ സ്ഥലത്തും അത്രയാണ് ഇതൊരു മനോഹരമായ കാര്യമായിരിക്കട്ടെ. മുതലെടുക്കലും ചൂഷണങ്ങളും ചൂഷണങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടാവരുത്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അതൊക്കെ ബോധ്യല്ലേ? ഒരാളോട് നമ്മൾ ഇന്നത് പറഞ്ഞുകൂടാ, അയാളെ ശരീരത്തിനെ വെച്ചുകൊണ്ട് നിങ്ങൾ അവരെ ഉടുപടകളെ വെച്ചുകൊണ്ട് അവരെ എക്സ്പ്രഷനെ വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തുകൂടാ എന്ന് നിങ്ങൾ സ്വയം പഠിക്കണം. അതിന് നിങ്ങൾ മുതിരാതെ ഇനി സമൂഹത്തിൽ ഞങ്ങളെ മുഴുവനും എന്താണ് ഇതിലാക്കി, ദുരിതത്തിലാക്കി, ഞങ്ങളെ ഇമേജ് തകർത്തു, കുറേ പെണ്ണുങ്ങൾ അതിനുവേണ്ടി ഒരുമ്പിട്ട് ഇറങ്ങിന്ന് കരഞ്ഞിരിക്കലേ പറ്റൂ. അത് നടക്കില്ല. ഇനി പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം, എക്നോളജ് ചെയ്യണം എന്ന് തന്നെയാണ് ഇനി പഠിക്കേണ്ടത്. അല്ലാണ്ട് ഇവളുമാർ ഇത് വന്ന് പറയല്ലേ ഇവളുമാരെ കയ്യിലിരിപ്പം കുഴപ്പമില്ലേ എന്നല്ല പറയേണ്ടത്. നിങ്ങൾക്ക് ഞങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ. മിനിമം ഒരു വർക്ക് സ്പേസിൽ ഇരിക്കുമ്പോൾ ഒരു പെണ്ണ് എപ്പോഴും നമ്മളെ ഹറാസ് ചെയ്യും, വാക്കുകൊണ്ട് ഹറാസ് ചെയ്യുമെന്ന് പറഞ്ഞ ഒരു അനുഭവം ഒരു പുരുഷൻ ഉണ്ടാവുന്നില്ലല്ലോ. പ്രണയപൂർവ്വം നോക്കിയിരിക്കും, അതൊക്കെ അത്ര വലിയ ഒഫൻസ് ഒന്നുമല്ല. പക്ഷെ മറിച്ചുണ്ടാവുന്നില്ലല്ലോ ഈ സ്ട്രെസ് വെച്ചിട്ട്. അത്രയെങ്കിലും മര്യാദ നമ്മളോട് കാണിക്കണം, അല്ലേ? അത്രയൊക്കെ നമ്മൾ പറയുന്നുള്ളൂ. ഇപ്പം WCC എന്ന് പറയുന്ന സംഘടന, അമ്മ എന്ന് പറയുന്ന താരസംഘടന, ഈ ഒരു അങ്ങനെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് സ്പേസ്, അവിടെ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ആർട്ടിസ്റ്റ് വേറെ എന്നുള്ള രീതിയിൽ ആ ഒരു സിസ്റ്റം വേണം എന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാം കൂടി ഒന്നായിട്ട് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അത് തൊഴിലാളി യൂണിയനേ ഉണ്ടാവുള്ളൂ, ആർട്ടിസ്റ്റ് യൂണിയനേ ഉണ്ടാവുള്ളൂ. അമ്മ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു ക്ലബിന്റെ സ്വഭാവമുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്ക് 2 ലക്ഷം അംഗത്വം കൊടുത്താൽ നിങ്ങൾക്ക് അതിനകത്ത് അംഗത്വം കിട്ടും. അത് എനിക്ക് 2 ലക്ഷം ഉണ്ടായതുകൊണ്ട് തരണമെന്നില്ല, അവരെന്നെ മൊത്തത്തിൽ സ്ക്രീൻ ചെയ്യും ഇയാളെവിടെ എടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന്. അപ്പം അതിനകത്ത് അവർ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒക്കെ കുറേ പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പം അവരെ ക്രൈറ്റീരിയക്ക് യോജിച്ച ഒരാൾക്ക് കൊടുക്കുള്ളൂ എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ അതൊരു തൊഴിൽ സംഘടനയല്ല. നമുക്ക് വേണ്ടുന്നത് ഇനി ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടുന്ന ഒരു തൊഴിൽ സംഘടന ഉണ്ടാവുകയും ആണും പെണ്ണും എല്ലാവരും അടങ്ങുന്നത്. കാരണം എല്ലാ ടെക്നീഷ്യന്മാർക്കും ഇന്നുണ്ട്. അപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടുന്ന തൊഴിൽ സംഘടന ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരു റൂൾസും റെഗുലേഷൻസ് വരും, വേജ് സിസ്റ്റം വരും. നിങ്ങൾ ഒരു എന്താ പറയുക സ്ലാബ് നിശ്ചയിക്കുന്നത് പോലെ ഇന്ന കാറ്റഗറിയിൽ വരുന്ന ആർട്ടിസ്റ്റിന് മിനിമം ഇത്രയ്ക്ക്. നമ്മളിവിടെ തുല്യവേതന അല്ല, കോടികൾ 9 കോടിയും 10 കോടിയും വാങ്ങുന്ന ആളുകളുടെ ശമ്പളം കിട്ടണമെന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഒരു ആനുപാതികമായിട്ട് ഒരു ഇൻഡസ്ട്രി കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് അത്രയും പേര് വർക്ക് ചെയ്യുമ്പോൾ ആനുപാതികമായ ശമ്പളം കിട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു സമൂഹത്തിൻ്റെയും കൂടി ഇൻഫ്ലേഷൻ റേറ്റിൽ ഇവിടെ നമുക്കിപ്പോൾ നമുക്കൊരു ചെറിയ ഏറ്റവും കഴിഞ്ഞ കൊല്ലം നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിയിരുന്ന ഒരു സാധനം ഇന്ന് 100 150 കൊടുത്താൽ പോരാ, അല്ലേ? ഇരട്ടിയാണ്. നമ്മൾ 500 രൂപയ്ക്ക് വാങ്ങുന്ന അതേ സാധനം ഇന്ന് കിട്ടണമെങ്കിൽ നമ്മൾ 1000 ചില്ലാനം രൂപ കൊടുക്കണം. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ റേറ്റിനെയും കൂടെ മാനിച്ചുകൊണ്ട് ആരോഗ്യമുള്ള സന്തോഷമുള്ള ജനതയാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പോളിസി ഉണ്ടാവണം വേജസിൽ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ റോങ് പ്രാക്ടീസസ് ഒക്കെ നിർത്തി വെച്ച് നേരും ചൊവ്വായിട്ട് എൻ്റെ കീഴിൽ ഇത്ര പേര് വർക്ക് ചെയ്യുന്നു, അതിൽ ഇത്ര പേർക്ക് ഇത്രയ്ക്കാണ് ശമ്പളങ്ങൾ, ഇത് അവിടെ അക്കൗണ്ടിൽ വന്നു എന്ന് മോണിറ്റർ ചെയ്യാവുന്ന ഒരു സിസ്റ്റം വരും. അതിൻ്റെ മേലെ മോണിറ്ററിങ് സിസ്റ്റം വരും. ഇത് ഉണ്ടാക്കിയെടുക്കാൻ എന്താ പാട്? അതെ, ഇത് ബാക്കി സിനിമയിലുള്ള എല്ലാ മേഖലയിലും എത്തിക്കഴിഞ്ഞു, അഭിനേതാക്കൾക്ക് ഒഴികെ ഇല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾക്ക് വേറിട്ട് നിൽക്കാനല്ല ഇഷ്ടം. നമ്മൾ പറയുന്നത് ആർട്ടിസ്റ്റുകളുടെയും കൂടെ ഒരു യൂണിയൻ ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെയൊക്കെ അഭിപ്രായം. അല്ലാതെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ ഇഷ്ടം, അവരും എനിക്ക് മെമ്പർഷിപ്പ് തരുമോ? എനിക്ക് ബൾക്കായിട്ട് 2 ലക്ഷം എടുത്ത് കൊടുക്കാനില്ല. ഇനിയിപ്പോൾ അവർ ഓക്കെ തവണകളായിട്ട് അടച്ചാൽ മതി എന്നുള്ളത് എനിക്ക് തരുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ തോന്നാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളത് അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടൂല എന്നാണ് അറിഞ്ഞത്. കിട്ടൂല മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ കുറെ പ്രാവശ്യം അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്? ഇല്ല, നമ്മൾക്കത് ഇങ്ങനെ കുറെ പ്രാവശ്യം ചോദിക്കുന്നതല്ല, ഞാൻ വെറുതെ ഒന്ന് അന്വേഷിച്ചോളൂ. അപ്പൊ എന്നോട് പറഞ്ഞത് ഞങ്ങളിവിടെ, അതായത് അത് പുരുഷന്മാരാണ് കേട്ടോ, എന്നിൽ എത്രയോ മുന്നേ വന്ന് അവര് ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ നിൽക്കുകയും ഡയറക്ഷനും സ്ക്രിപ്റ്റും ഒക്കെ ചെയ്യുന്ന ആളുകൾ. അവർ പറഞ്ഞു ഞങ്ങൾ എത്ര വർഷമായിട്ട് അതായിരുന്നു, ഞങ്ങൾക്ക് എഴുത്തരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് ചേച്ചിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കതറിയാം. അപ്പൊ അത് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണായതുകൊണ്ട് കിട്ടാത്തതല്ല. അപ്പൊ അവർക്ക് സർട്ടൻ ക്രൈറ്റീരിയ ഉണ്ട് കൊടുക്കാതിരിക്കുന്നതിൽ. അപ്പൊ പിന്നെ നമ്മൾ അതിനകത്തൊക്കെ പിന്നെ ചുഴിഞ്ഞൊന്നും നോക്കിയിട്ടില്ല. പിന്നെ എൻ്റെ ഒരു കൺസേൺ ഒന്നുമല്ല അവിടെ എത്തിപ്പെടുക എന്നുള്ളതൊക്കെ. എന്നെ സംബന്ധിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് സമാധാനമായി ജീവിക്കാനും സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും നല്ലൊരു മാറ്റം ഈ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര്, ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു എന്താ പറയുക
പ്രശ്നങ്ങളെ പേടിച്ച് മാറി നിൽക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നല്ല അവസരങ്ങൾ കിട്ടാനും ഇതിലേക്ക് കടന്നു വരാനും ഒക്കെ ഈ ഒരു സിസ്റ്റം നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ സഹായിക്കും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത്രയും ഇന്ത്യയിൽ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിലാണ് ഇങ്ങനെ ഒരു ഒരു അല്ലെ റിഫോംസ് ഉണ്ടാവാൻ പോകുന്നത്. അത് വലിയ നല്ല കാര്യമല്ലേ. നമ്മൾ അതിന്റെ ഒരു ഫ്ലാഗ് ബെയറേഴ്സ് ആയി മാറുന്നു എന്നുള്ളതൊക്കെ നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവട്ടെ. അപ്പൊ ഓരോ ഇൻഡസ്ട്രിയിലും ഇങ്ങനെ ഓരോ പൊട്ടിത്തെറികൾ ഇനി വരും. ഇനി IT സെക്ടറിൽ വരും, നഴ്സുമാരുടെ ഇടയിൽ വരും, ഡോക്ടേഴ്സിന്. അപ്പൊ അങ്ങനെയാണ് നമ്മളൊരു ശുചീകരണ പ്രവർത്തനം, ഒരു ക്ലൻസിങ് പ്രോസസ്സ് ഉണ്ടാവണം. അടുത്ത കാലത്താണ് സിനിമാ രംഗത്ത് നടി ജോളി ചിറയത്ത് ശ്രദ്ധിക്കപ്പെടുന്നത്. വ്യക്തി ജീവിതത്തിലെ കാഴ്ചപ്പാടുകളിൽ ജോളി പലപ്പോഴും വ്യത്യസ്തയാണ്. നിന്ന് കത്തുന്ന കടൽ എന്ന ജോളി ചിറയത്തിന്റെ ആത്മകഥയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഭർത്താവ് മറ്റൊരു ബന്ധത്തിലേക്ക് കടന്നതിനെക്കുറിച്ചും അദ്ദേഹവുമായി പിരിയേണ്ടി വന്നതിനെക്കുറിച്ചും ജോളി തുറന്നെഴുതുകയായിരുന്നു. ഭർത്താവ് മറ്റൊരാളുമായി അടുത്ത ശേഷം അതിനകത്ത് ഞാൻ പ്രശ്നമുണ്ടാക്കിയിട്ട് എന്ത് ലഭിക്കാനാണ് എന്നാണ് ജോളി ചിറയത്ത് ചോദിക്കുന്നത്. സ്നേഹിക്കുക എന്നത് മനുഷ്യരുടെ അവകാശം തന്നെയാണ്. ഒരാൾക്ക് എല്ലാ നിലയ്ക്കും ഒരാളിൽ നിന്നും എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയണമെന്നില്ല. സോഷ്യൽ മൊറാലിറ്റിയിൽ നോക്കുമ്പോൾ അഭിഹിതമാണത്. പക്ഷേ കുറച്ചുകൂടി സത്യസന്ധരാകണം. പുള്ളിക്ക് നമുക്കൊപ്പമുള്ള ജീവിതം പറ്റില്ലെന്ന് പറയുന്നു. അവരുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ സുഖമൊന്നുമില്ല, അസൂയ തോന്നും. കാരണം ഭാര്യയും ഭർത്താവും എന്ന സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മുടെ അവകാശവും അധികാരവുമാണല്ലോ. എനിക്ക് അവകാശപ്പെട്ട് ഒന്ന് പോകുന്നു എന്നത് പ്രശ്നം തന്നെയാണ്. പക്ഷേ മനുഷ്യരെ നമ്മൾ അങ്ങനെ അവകാശബോധത്തിൽ അല്ല പിടിച്ചു നിർത്തേണ്ടത് എന്ന് തിരിച്ചറിവുള്ളതിനാൽ അതിനെ അഡ്രസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നും ജോളി ചിറയത്ത് പറയുന്നു. ഭർത്താവിന്റെ പങ്കാളിയെ മുൻപ് കണ്ടിട്ടുണ്ട്. സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരാണ് താല്പര്യമില്ലാതെ വിട്ടുപോകുന്നത്. 2.5 വർഷം കഴിഞ്ഞ് അവരുടെ സ്പേസിൽ പോയി അവരെ കണ്ട് സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ചായയൊക്കെ കുടിച്ച് വളരെ നോർമലായി പിരിഞ്ഞു. അതോടെ മനസ്സിലെ ഭാരം കുറഞ്ഞു. എനിക്ക് വേറൊരു സ്നേഹത്തിനും ജീവിതത്തിനുമുള്ള സ്പേസ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് കൂടിയാണ് നേരിൽ സംസാരിച്ചതെന്നും ജോളി ചിറയത്ത് പറയുന്നു. ഭർത്താവുമായി പിരിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവസാനമായി കെട്ടിപ്പിടിച്ചതിനെ കുറിച്ചും ജോളി ചിറയത്ത് സംസാരിച്ചു. ഞാൻ കമ്പാനിയൻഷിപ്പ് ആഗ്രഹിക്കുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് അങ്ങോട്ട് പ്രണയം തോന്നിയ ആളാണ് അദ്ദേഹം. അത് എക്സ്പ്രസ് ചെയ്യാതെ 3 വർഷത്തിന് ശേഷം അദ്ദേഹം എക്സ്പ്രസ് ചെയ്യപ്പോൾ ആ പ്രണയത്തെ ഏറ്റെടുത്ത ആളാണ് ഞാൻ. എന്റെ ജീവിതത്തിൽ ഞാൻ കാണുകയും തൊടുകയും ചെയ്ത ആദ്യത്തെ പുരുഷനാണ്. അതിനപ്പുറം എന്റെ മക്കളുടെ അച്ഛനാണ്. അയാൾക്ക് മറ്റൊരു ജീവിത പങ്കാളി വന്നതുകൊണ്ട് അതൊന്നും റദ്ദു ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇനി ഒരിക്കലും കാണില്ലായിരിക്കും എന്ന് തോന്നിയതിനാലാണ് പിരിയുമ്പോൾ കെട്ടിപ്പിടിച്ചതും കവളത്തുമ്മ വെച്ചതെന്നും ജോളി ചിറയത്ത് പറയുന്നു. മലയാള സിനിമാ രംഗത്തെ ഇപ്പോഴത്തെ വിവാദങ്ങളെക്കുറിച്ചും ജോളി ചിറയത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു മനസ്സുള്ള ഒരു സ്ത്രീ ആയതിൽ ജോളി ചിറയത്ത് അഭിമാനിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. വളരെ ബോധത്തോടെ അല്ലെങ്കിൽ വളരെ പക്വതയോടുകൂടിയാണ് ജോളി ചിറയത്ത് തന്റെ ഭർത്താവിന്റെ മറ്റൊരു പ്രണയത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത്. എത്ര പേർക്ക് അത് ഈ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് പോലും നമുക്ക് അറിയില്ല.